ഹായ് ഫ്രണ്ട്സ്, MRL വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ ഈ കൊടും വേനലിനെ വർഷകാലത്തേക്ക് ഞാൻ എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നതാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ കൂടി കൊടുത്തേക്കണേ. ഹൈപ്പ് ഓപ്ഷൻ കൊടുത്താലാണ് നമ്മുടെ വീഡിയോ തോനെ ആളുകളിലേക്കും എത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വേനൽക്കാലത്ത് നമുക്ക് ഒരുപാട് കിട്ടുന്ന ഒരു സാധനമാണ് ഇരുമ്പിപ്പുളി. ഓരോ നാട്ടിലൊക്കെ പൊളിഞ്ചിക്ക എന്നൊക്കെ പറയുന്ന ആ ഇരുമ്പിപ്പുളിയാണ് ഞാൻ ആദ്യം കഴുകി എടുത്തുകൊണ്ട് വന്നത്. അത് നമ്മൾ താണ്ടെ അരിഞ്ഞു വെക്കുവാണേ. ഞാനും നിച്ചിക്കുട്ടനും കൂടിയാണ് ഇരുന്ന് അരിയുന്നത്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി ഉള്ളവരെയും കൂടെ കൂട്ടിയാൽ നമുക്ക് ജോലി വളരെ ഈസി ആകുവേ. ഇരുമ്പിപ്പുളിയെല്ലാം അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുവാണേ. നല്ല വൃത്തിക്ക് ഉപ്പ് ചേർക്കും. ഇത് നമുക്ക് ഉണക്കാൻ വയ്ക്കാനാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ അടച്ച് വെക്കുവേ. ഒരു 1-1.5 മണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ അതിനകത്തുള്ള വെള്ളമെല്ലാം വാർന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ താണ്ടെ അതിനെ കൊണ്ടുവന്ന് ഉണക്കാനായിട്ട് ഇടുവാണേ. ഇതെല്ലാം പല ദിവസങ്ങളിലായിട്ടാണ് നമ്മളെടുത്ത് ഇങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അടുത്ത നമ്മളെ ഈ ചോറൊക്കെ അധികം വന്നു കഴിയുമ്പം അത് വെച്ചിട്ട് ഒരു വറ്റലുണ്ടാക്കാം. അതായത് നമ്മളൊരു പപ്പടം പോലത്തെ അപ്പളം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോറ് അധികം ഉണ്ടായിരുന്നു. അതെടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അതിലേക്ക് കുറച്ച് ജീരകം, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 സ്പൂൺ കായപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതാണ്ട് ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ചെറിയ നമ്മുടെ കൈക്കൊണ്ട് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് തുള്ളികളായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താൽ മതിയേ. ഇത് ചെയ്യുമ്പോൾ മറക്കാതിരിക്കണം, എണ്ണ തേച്ച് കൊടുക്കണമായിരുന്നു പാത്രത്തിൽ. ഞാൻ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എണ്ണ തേക്കാഞ്ഞത് കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അതുകൂടി നമ്മൾ താണ്ടെ ഉണക്കാനായിട്ട് നമ്മുടെ ഇരുമ്പിപ്പുളി ഉണ്ടാക്കിയതിൻ്റെ അടുത്ത ദിവസമാണ് കേട്ടോ. ഇരുമ്പിപ്പുളി അരിഞ്ഞ് വെച്ചതിൻ്റെ അടുത്ത ദിവസമാണ് ഇത് ചെയ്യുന്നത്. എല്ലാം ഒരു ദിവസമല്ല നമ്മൾ ചെയ്യുന്നത്, പല ദിവസമായിട്ടാണ് ഇതെല്ലാം ചെയ്തെടുത്തത്. ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. അത് ഉണങ്ങാനായിട്ട് വെച്ചിട്ട് ഇരുമ്പിപ്പുളി ഒന്നുകൂടി നിരത്തി ഇട്ട് കൊടുക്കുവാണേ. ഒരു 4-5 ദിവസം ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുമ്പിപ്പുളി ഏതാണ്ട് നമ്മളൊരു ഭരണിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചോറ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ അപ്പളം ഞാൻ പറഞ്ഞല്ലോ, എണ്ണ തേക്കാത്തതുകൊണ്ട് വന്ന മിസ്റ്റേക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാമെന്ന്. അതാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ നമ്മൾ അവസാനം ഇങ്ങനെ ഇളക്കിയെടുക്കേണ്ടി വന്ന് പാത്രത്തിൽ ഒട്ടി പിടിച്ചു പോയി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കിയെടുക്കേണ്ടി വരും. എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഇളക്കിയെടുക്കേണ്ടി വരത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കുഴപ്പമില്ല, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചോട്ടാ ചിപ്സൊക്കെ പോലെ ഫ്രൈ ചെയ്തെടുക്കാം, കുഴപ്പമില്ല. അടുത്ത് നമ്മൾ ചെയ്യുന്നത് മീൻ ഉണക്കിയെടുക്കാനായിട്ടാണ്, ഉണക്കമീനാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാണിച്ച ബാക്കിൽ ആ ഒരു കലത്തിൻ്റെ ബാക്കിലൊരു ഹോളുണ്ട്. അതിലേക്ക് നമ്മൾ ചൂട്ട് വെച്ച് കൊടുത്തു. എന്താ ചൂട്ടിനെ പട്ടാച്ചി ചൂട്ട്, അത് വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ കുറേശ്ശെ ഉപ്പിങ്ങനെ വിതറി കൊടുക്കും ആദ്യം. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ മീനിങ്ങനെ പറക്കി നിരത്തും. വീണ്ടും അതിൻ്റെ മുകളിൽ കുറേശ്ശെ ഉപ്പിടും. വീണ്ടും മീൻ നിരത്തും. ഈ പ്രോസസ്സ് ആ പാത്രം നിറയുന്നത് വരെ ചെയ്യും. ഇത് നമ്മളിപ്പോൾ മണിയണ്ണ ഹാർബറിൽ പോയി മീൻ കൊണ്ടുവരുന്നതുകൊണ്ട് മാത്രമല്ല, എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഈ ട്രോളിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത്, മീനൊക്കെ കിട്ടാതെ വരുന്ന സമയത്തും ഉണക്കമീൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. കുറച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഏറ്റവും മുകളിൽ കണ്ട കുറച്ച് അധികം ഇങ്ങനെ ഉപ്പിടും. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ തിരിച്ച് കമത്തും, ഇച്ചിരി ഹൈറ്റുള്ള പാത്രത്തിന്. പിന്നെ ഒരു പ്ലേറ്റ് കൊണ്ട് കമത്തിയിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കും. വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് മറ്റേ നമ്മൾ നേരത്തെ ഒരു പാത്രം അടി വെച്ചിട്ടുണ്ട്, അതിനകത്തിന് തട്ടി അമുങ്ങിയിരുന്ന് മീൻ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്ത് വെച്ച മീനാണ് കേട്ടോ. അത് ഇപ്പോൾ 7 ദിവസമായപ്പോഴത്തേക്കും ഇത്രയും ഉണങ്ങി കിട്ടി. അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതിപ്പോൾ എടുത്തത്. നമ്മൾ ആ കലത്തിലൊരു ഹോൾ ഇട്ടല്ലോ, അപ്പോൾ ആ കലത്തിൻ്റെ അടിയിൽ നമ്മളൊരു പാത്രം വയ്ക്കുമല്ലോ, ആ പാത്രത്തിലേക്ക് ഓരോ ദിവസവും ഇതിൻ്റെ വെള്ളം ഇങ്ങനെ അമുങ്ങി വെള്ളം വന്ന് വീഴും. ആ വെള്ളം നമ്മൾ എടുത്ത് കളയണം. അപ്പോൾ നമ്മുടെ പെരയ്ക്കകത്ത് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുത്തതുമില്ല. മീൻ ഉണക്കാൻ വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പോലും അറിയത്തില്ല. ആ വിധം നല്ല വൃത്തിക്ക് നമുക്ക് പെരയ്ക്കകത്ത് വെച്ച് തന്നെ ഇത് ഉണക്കിയെടുക്കാം. വെളിയിൽ കൊണ്ട് ഉണക്കാൻ പറ്റാത്തവർക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തും ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. നമ്മൾ മത്തിയും നെത്തോലിയാണ് കേട്ടോ ഉണക്കിയത്. നമ്മളിപ്പോൾ വേണ്ട വെളിയിലോട്ടൊരു പാത്രത്തിലാക്കി ഇങ്ങനെ വല വെച്ച് കെട്ടിയിട്ട് വെളിയിൽ കൊണ്ടുവച്ച് ഉണക്കുകയാണ്. നമ്മളിങ്ങനെ വല വെച്ചൊക്കെ കിട്ടുന്ന കാക്കയോ പൂച്ചയോ പട്ടിയോ ഒന്നും അതിൻ്റെ അടുത്തോട്ട് വരത്തില്ല. അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ നല്ല വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കിയെടുക്കുന്നത്. 2 ദിവസം കഴിയുമ്പം ഈ കെട്ടഴിച്ചിട്ട് ഒന്ന് തിരിച്ച് വെച്ച് ഒന്നുകൂടി ഉണക്കും കേട്ടോ. ഉണക്കമീനെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എടുത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുവാണ് കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട, നല്ല വൃത്തിക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഇതിന് ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെളിയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം. ഈ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ ആ നേരത്തെ കാണിച്ച ആ സ്റ്റേജിൽ ഫ്രിഡ്ജിൽ വെച്ചും സൂക്ഷിക്കാവേ. അടുത്ത നമ്മുടെ വർഷകാലത്തേക്കുള്ള കരുതൽ എന്ന് പറയുന്നത് പഴമാണ് കേട്ടോ. പഴം ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പച്ചമുന്തിരി, ഈന്തപ്പഴമൊക്കെ ഉണക്കി സൂക്ഷിക്കുന്ന പോലെ തന്നെ പഴവും ഇങ്ങനെ ഒരു പഴം എടുത്തുകൊണ്ട് നിശ്ചികൂട്ടം കാണിച്ചു തരുന്ന പോലെ 4 ഇങ്ങനെ കീറണം. 4 കീറക്കൽ കീറി, 4-5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് കീറാം. നമ്മളിവിടെ 4 കീറക്കലാണ് കീറുന്നത്. അങ്ങനെ കീറി അതിനെ ഇങ്ങനെ ഓരോ പാത്രത്തിലോ കവറിലോ ഒക്കെ ആക്കിയിട്ട് അതിനിങ്ങനെ നമ്മൾ ഉണക്കാൻ വയ്ക്കും. നമ്മളിവിടെ പാളയംകോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുപഴം എന്നൊക്കെ പറയുന്ന പാളയംകോടൻ പഴമാണ്.
ഉണക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ പഴം എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമായതുകൊണ്ട് ഈ വേനൽക്കാലത്ത് മാത്രമല്ല വെയിൽ കിട്ടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പഴം ഉണക്കി സൂക്ഷിക്കാറുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഇവർ രണ്ടുപേരും ജിമ്മിലൊക്കെ പോകുന്ന ആയതുകൊണ്ട് എപ്പോഴും ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യം പോലെ വേണം. അതുകൊണ്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതാണ് കേട്ടോ. പഴം ഉണക്കിയത് എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുവേ. ഈ പ്രാവശ്യം ഭയങ്കര വെയിലായതുകൊണ്ട് ഒരു 5 ദിവസം ഉണങ്ങിയപ്പോഴത്തേക്കും പഴം താണ്ടി ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് ഇങ്ങനെ ഉണങ്ങി വരും. ഈ പഴം ഇങ്ങനെ ഉണങ്ങി കഴിക്കുമ്പോൾ നമ്മുടെ ഡേറ്റ്സിൻ്റെയൊക്കെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. ആദ്യം തന്നെ നമുക്കിങ്ങനെ ഒരു ഭരണിയിലാക്കി സൂക്ഷിച്ചിങ്ങനെ വെക്കാം. അത്രയും പഴം ഉണങ്ങിയ പഴം കേട്ടോ ഇത്രയും കിട്ടിയത്. അടുത്ത നമ്മൾ ചെയ്തത് നമ്മുടെ മാവിലെ മാങ്ങയെല്ലാം പറിച്ചെടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ ഇരുമ്പിപ്പുളി ഉണക്കിയ പോലെ തന്നെ ഇങ്ങനെ ഉപ്പ് ചേർത്ത് ഒരു 1-1.5 മണിക്കൂർ വെച്ചിരുന്നിട്ട് പിന്നെ അതിൻ്റെ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് അതിനെ എടുത്ത് ഉണക്കാനിടുമായിരുന്നേ. അടമാങ്ങയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനെ അടമാങ്ങ ആക്കി വെക്കുകയും ചെയ്തു. പിന്നെ കൂടെ ഒരു ആന്ധ്ര അച്ചാറെന്നും പറഞ്ഞൊരു അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാതൊരു കണ്ടു നോക്കണേ. ഇപ്പോഴും ആ അച്ചാർ നമുക്ക് കേടാവാതിരിപ്പുണ്ടേ. ഒരു വർഷം കഴിഞ്ഞിട്ടും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ അച്ചാർ ഇപ്പോഴും ഇരിപ്പുണ്ടേ. മാങ്ങായി ഒരു 4-5 ദിവസമൊക്കെ ഉണങ്ങിയപ്പോഴത്തേക്ക് നല്ല വൃത്തിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നേ. മാങ്ങായി നട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു പാത്രത്തിലാക്കി സൂക്ഷിക്കുകയാണ് ചെയ്തത്. ഉണങ്ങിയപ്പോൾ നല്ല ഈ ഒരു സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കും കേട്ടോ ഈ ഉണക്കി വെക്കുന്ന മാങ്ങയെല്ലാം. അടുത്ത് നമ്മൾ വർഷകാലത്തേക്ക് കരുതുന്നത് ചക്കക്കുരുവാണ് കേട്ടോ. ഇത് നമ്മൾ പിന്നെ ഉണക്കിയിട്ട് ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വർഷകാലത്തേക്കുള്ള കരുതലുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ വീഡിയോയുമായി എത്തുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.